ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജയമാമൻ നമുക്ക് വേണ്ടി മസാല ഉണ്ടാക്കുകയാണ്. ഇതൊരു വെറൈറ്റി ചെമ്മീൻ മസാലയാണ്. ഇത് കഴിക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും, പക്ഷെ കഴിച്ചില്ലെങ്കിൽ നല്ലതല്ലാതെ തോന്നും. പക്ഷെ അടിപൊളി ഒരു ചെമ്മീൻ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സവാള കറക്റ്റ് അല്ലെങ്കിൽ മധുരം കൂടുതലാവും, കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇഞ്ചി മിനിമം ആയിരിക്കണം, ഇല്ലെങ്കിൽ അത് കഴിക്കും. നല്ല കറക്റ്റ് അളവായിരിക്കണം. വെളുത്തുള്ളി ഇത് രണ്ടിന് ഇടയ്ക്കുള്ള അളവായിരിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് നഷ്ടം. പിന്നെ മുളക് ആവശ്യത്തിനുള്ള മുളക്, അരിഞ്ഞ മുളകാണ്. ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരു മീഡിയം പരുവത്തിനുള്ള മുളകായിരിക്കും. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇടുകയാണ് നമ്മള് ലേശം മഞ്ഞപ്പൊടി, അത് ശുദ്ധീകരിക്കാനുള്ള ഒരു ഇതാണ്. ലേശം മഞ്ഞപ്പൊടി ഇടാം. അതിനുശേഷം ലേശം മുളക് പൊടി ഇടണം. കാരണം ചെമ്മീൻ നമുക്ക് ഈ മറ്റേ മെയിൻ മസാലയായിട്ട് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളുണ്ട്. ലേശം ഉപ്പ് നമുക്ക് ഇടാൻ കേട്ടോ. ഉപ്പ് നമുക്ക് പാകത്തിന് പിന്നെ ചേർക്കാം. എങ്കിലും ഈ ആദ്യത്തെ ഒരു വേവിന് മുമ്പ് കുറച്ച് ഉപ്പിടും. ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം സ്പൂണിട്ട് ഇളക്കണം. സ്പൂൺ കൊണ്ടുപോകാ നമ്മൾ ലേശം ഒന്ന് ഇതൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ. ഇൻഗ്രീഡിയൻസ് അതവിടെ വെന്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇതിനുള്ള മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് മസാല ഇടാം. അപ്പൊ നമ്മൾ ചെറിയ രീതിയിൽ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചേർത്ത് ലേശം എണ്ണ മതി, കൂടുതൽ വേണ്ട. ആ എണ്ണ ഒന്ന് പിടിക്കട്ടെ. ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ സവോള, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സവോള അരിയുമ്പോൾ നമ്മൾ നീളത്തിൽ നല്ല വലിപ്പത്തിലെടുക്കാം. എല്ലാം ഒരേ ഷേപ്പ് ആകാനായിട്ട് നിങ്ങൾ മാക്സിമം മാത്രമല്ല, നമ്മൾ ഈ ക്യാപ്സിക്കയുടെ ഒരു ടേസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകും. അതുമായിട്ടാണ് നമ്മൾ ഈ ഒരു സവോള, നമ്മൾ അതിനകത്ത് മായമില്ല മന്ത്രമില്ല ഒന്നുമില്ല. നമ്മളത് വേണം സവോള നമ്മൾ കൂടുതലിടണം. ഇതൊരു 1.5 കിലോ ചെമ്മീനാണ് നമ്മൾ ഇത്ര ഇടുന്നത് കേട്ടോ. 1.5 കിലോ ചെമ്മീന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സവോള നിങ്ങൾക്ക് ചേർക്കാം. സവാള കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കൂടും. ഒത്തിരി കൂടാതെ നോക്കുക, അതിന് അല്ലെങ്കിൽ മധുരമായി പോകും. ഈ സവാള ഇട്ടിട്ട് നമ്മൾ ഇത് എണ്ണയിലിട്ടൊന്ന് വഴറ്റണം. ഒരു ചെറിയ കളറ് വരുന്ന വരെ നമ്മൾ പതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ സവാള ഏകദേശം നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളി നമ്മൾ ഈ ഇത്രയെങ്കിലും ഇടണം, നമ്മളെ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. നമ്മുടെ എല്ലാ അശുദ്ധങ്ങളും പോകാൻ വേണ്ടിയിട്ടാണ് ഈ വെളുത്തുള്ളി നമ്മൾ അങ്ങോട്ട് വെളുത്തുള്ളി നമ്മൾ മൊത്തം ഇടുക. കൂടുതൽ വെളുത്തുള്ളി ഇടണം. മതി. വെളുത്തുള്ളി എപ്പോഴും നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്ന ഒരു സാധനമാണ്. വെളുത്തുള്ളി ഇഞ്ചി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു കേടില്ലാത്ത സാധനങ്ങളാണ്. അത് കൂടിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിഞ്ഞു വെച്ച് ഇഞ്ചിനകത്ത് ഇടുക. റൈറ്റിലോട്ട് അടുത്തുള്ള ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി അവിടെ മിക്സ് ചെയ്യും. ഇഞ്ചി ഒത്തിരി കൂടണ്ട. ഇഞ്ചി കൂടി കഴിഞ്ഞുള്ള കുഴപ്പമില്ല, നമുക്ക് കഴിക്കും. അതുകൊണ്ട് ആവശ്യം ഇഞ്ചി, പക്ഷേ ഇഞ്ചിയുടെ പ്രസൻസ് ഉണ്ടാകും. ഇനി അതിനുശേഷം നമ്മൾ മുളക്, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എരിവുള്ള മുളകാണെങ്കിൽ നമ്മൾ മുളക് പൊടി ഇടുന്നതുകൊണ്ട് അതിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണം. മുളക് ഇങ്ങനെ ഇടുക. അല്ല, മുളക് എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെറുതാക്കും. മുളക് നീളത്തിൽ അരിഞ്ഞ മുളകാണ്. നേരത്തെ വേവിച്ച് വെച്ച ചെമ്മീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്താണ് ഇനി അടുത്ത പരിപാടികൾ ചെയ്യാൻ പോകുന്നത്. ഈ ചെമ്മീൻ നമ്മൾ പതിയെ ഇതിലോട്ട് നമ്മൾ ഈ വെള്ളം നമ്മൾ കളയത്തില്ല കേട്ടോ. വെള്ളം നമുക്ക് ഇടാം. നമ്മൾ ചെമ്മീൻ എടുത്ത് അതിനകത്തോട്ട് ഇടണം. അതിനകത്തോട്ട് നമ്മൾ ചെമ്മീൻ്റെ വെള്ളവും കൂടെ എടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെമ്മീൻ നമ്മൾ ആ വേവിച്ച ആ ചെമ്മീൻ്റെ വെള്ളവും ഇതിനകത്ത്. അപ്പം നമ്മുടെ ആ കറിയുടെ ആ മസാലയ്ക്കകത്ത് അതും കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് ആവും. ഓക്കെ. മല്ലിപ്പൊടി നമ്മൾ ഇതാണ് നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയാണ്. മുളക് പൊടി നമ്മൾ പകുതി ഇടുക. കാരണം നമ്മൾ മുളക് ചേർക്കുന്നതുകൊണ്ട് മറ്റേ പൊടി കൂടുതൽ ചേർക്കണം. പിന്നെ നമുക്ക് നോക്കാം, ഇട്ട് നോക്കിയിട്ട് നമുക്ക് എരിവ് നോക്കിയിട്ട് അനുസരിച്ച് ചേർക്കാം. ചിക്കൻ മസാലയുടെ ആവശ്യമില്ല, എങ്കിലും ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി നമുക്ക് ചിക്കൻ മസാലയെ കുറച്ച് ചേർക്കാം. ബട്ട് ഇപ്പം നമ്മൾ ഏകദേശം കണ്ട ഒരുമാതിരി ഒരു 95% സ്റ്റേജിലായി കണ്ട. ഇപ്പം നമ്മൾ നോക്കിയാൽ എന്ത് നല്ല മണം വരുന്നുണ്ട്. ആ ചെമ്മീൻ മസാല എല്ലാം കൂടെ അവർ പിടിച്ച ഒരു മണവും
നല്ല ഒരു മണമുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലപോലെ കഴിക്കുന്ന അറിയാം, ചപ്പാത്തി ചൂടാക്കുക അല്ലെങ്കിൽ കുപ്പൂസ് അല്ലെങ്കിൽ ചപ്പാത്തി നമ്മൾ ചൂടാക്കി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല, പക്ഷെ നമ്മൾ ലഘുഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ കുപ്പൂസിൻ്റെ കൂടെയോ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. തക്കാളി, നമ്മൾ തക്കാളി അറിയാലോ, തക്കാളി ഒരു ഫർണിഷ്ഡ് ആയിക്കോട്ടെ, കാരണം നമുക്ക് ഒത്തിരി കഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ സമയത്ത് തക്കാളി ഒത്തിരി ഇടണമെന്നില്ല, ഒരു അലങ്കാരമായിട്ട് നമുക്ക് തക്കാളി ഇത്ര ഇട്ടാൽ മതി കേട്ടോ. തക്കാളി ഇട്ടിട്ട് കാരണം അതിൻ്റെ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ മധുരമായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിടുക. അത് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് 2 മിനിറ്റ് നമ്മൾ അടച്ച് വെക്കുക. കുപ്പൂസിനകത്തോട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഇളക്കിയിട്ട് ആവി പറക്കുന്ന ചെമ്മീൻ മസാല, ആ മണം നല്ല മണം കേട്ടോ. ആ മണമെല്ലാം കൂടെ നമ്മൾ ഇങ്ങനെ കഴിച്ചിട്ട് ഇത് കഴിക്കണം. കഴിച്ചു നോക്കണം. ഒരു നല്ല ചൂടുണ്ട്. നമ്പർ 1. നമ്മൾ ഏത് 5 സ്റ്റാർ ഹോട്ടലിലേക്കാളും പോകുന്നതിനേക്കാളും ബെറ്റർ ആണ് നമുക്ക്. നമ്മുടെ JK സ്പെഷ്യൽ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. താങ്ക് യു.